മുത്തുമലയാള മലപ്പുറം ഗ്രാമിക കലാവേദി സ്നേഹാക്ഷരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇന്ന് പൂങ്ങോട് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണവും അതുപോലെ തന്നെ +2 തലത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും വലിയ ഒരു രീതിയിൽ നല്ല രൂപത്തിൽ ഈ പരിപാടി ഇന്ന് പൂങ്ങോട് ഗ്രാമികക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. സദസ്സിലിരിക്കുന്ന സ്നേഹ ബഹുമാന്യമുള്ളവരെ, ഈ വൈകിയ വേളയിൽ നമ്മൾ 4 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. പല പല കാരണങ്ങളാൽ, കറണ്ടിൻ്റെ കളി കൊണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് 1 മണിക്കൂറിലധികം വൈകിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒരുപാട് നീട്ടി സംസാരിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഓരോരുത്തരെയും പേരെടുത്ത് സ്വാഗതം പറയാൻ ഞാൻ ഈ സമയം മെനക്കെടുന്നില്ല, ക്ഷമിക്കണം. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഗ്രാമിക പൂങ്ങോട് എന്താണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളും രാഷ്ട്രീയമായാലും മതമായാലും ഒരുപാട് സംഘടനകളുണ്ട്. അവർക്കെല്ലാം ഒരു ക്രൈറ്റീരിയ ഉണ്ട്. കുറച്ച് ആളുകൾ കൂടുന്ന ഒരു സംഘടന മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അപ്പുറത്തേക്ക് അതിർവരമ്പുകളുള്ള ഒരു സംഘടനകളാണെല്ലാം. നമ്മുടെ ഗ്രാമിക പൂങ്ങോടിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വരമ്പുകളുമില്ല. ഇതിനകത്ത് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ലീഗുകാരും നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സജീവമായിട്ടുള്ള ഒരു സംഘടനയാണ്. മതപരമായി നോക്കിയാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് മതസംഘടനകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്, ക്ലബ്ബുകളുണ്ട്. എല്ലാ മേഖലകളിലെ ആളുകളും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ പൂങ്ങോട് ഗ്രാമിക. ഞങ്ങൾ വിചാരിച്ചിരുന്നത് നമ്മളെ കഴിഞ്ഞ 17-ാം തീയതി നമ്മളെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നല്ലൊരു ഗ്രാമോത്സവം നടത്താനായിരുന്നു. പക്ഷെ നമ്മളെ കാലാവസ്ഥ നമുക്കതിനെ പ്രതികൂലമായതിനാൽ ആ പദ്ധതി മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഒരു പക്ഷേ എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ എല്ലാമായ ഗ്രാമികയുടെ എല്ലാമായ ജാഫർ അവരുകളെ ഈ യോഗം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സമയം വൈകിയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും അതേപോലെ തന്നെ ഈ വർഷത്തെ +2 തലത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള സ്നേഹോപഹാരവുമാണ്. ആ ചടങ്ങിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വിശിഷ്ട വ്യക്തിയായി, നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിട്ടുള്ള NC ചന്ദ്രശേഖരൻ മാഷ്. അദ്ദേഹം റിട്ടയർ അധ്യാപകനാണ്. അതോടൊപ്പം റേഡിയോയിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായിരിക്കാം. 2025 ഹൈദർ മാപ്പിള കലാ സ്മാരക അവാർഡ് സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇതിൻ്റെ സംഘാടകരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, സമയം വൈകിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെറ്ററോജീനിയസ്, വ്യത്യസ്ത ഏജിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ ഞാനൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് കുട്ടികളോടാണ് സംസാരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, എനിക്ക് 79 വയസ്സായി. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ എൻ്റെ പേരക്കുട്ടികളായിട്ടാണ് കാണുന്നത്.
എൻ്റെ മക്കളായിട്ടുള്ള ആളുകൾ, മക്കളെ പോലെയുള്ള ആളുകളുണ്ട് ഇവിടെ, സുഹൃത്തുക്കളെ പോലെയുള്ള ആളുകളുണ്ട്, സമകാലികരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സമയലാഭത്തിന് വേണ്ടി ഞാൻ കുട്ടികളോട് സംവദിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് 2 കാര്യം നിങ്ങളോട്, രക്ഷാകർത്താക്കളോട് പറയാനുണ്ട്. ഇവിടെ പുസ്തകങ്ങളും എഴുത്തും സമ്മാനദാനങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ അറിവ് നേടാനുള്ള എന്താ പറഞ്ഞ അറിവ് നേടാനുള്ള ഒരു ഉദ്യമത്തിലാണ് പഠനോപകരണങ്ങളൊക്കെ. അറിവ് നേടാൻ ശ്രമിക്കുമ്പോൾ സാമാന്യമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഗതിയുണ്ട്, തിരിച്ചറിവ് നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ലോകം എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നന്മയും തിന്മയും ഇടകലർന്ന ഇടമാണ്. അവിടെ ഈ ലോകം സംഘടിപ്പിച്ചിരിക്കുന്ന, നിലനിർത്തിയിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധവും സ്രഷ്ടാവിൻ്റെ ഒരു തീരുമാനവും, അത് സൃഷ്ടികൾ അംഗീകരിക്കേണ്ട കാര്യവുമാണ് എന്ന് പറയാൻ ഞാനൊരു 5 മിനിറ്റ് സമയമെടുക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടികളോടുള്ള വർത്തമാനം. നമ്മളൊക്കെ രസതന്ത്രം എൻ്റെ വിഷയം അതാണ് പറയുന്നത്. നമ്മൾ ഈ ശരീരം, എൻ്റെ ശരീരമാണ്, മനുഷ്യ ശരീരത്തിൽ 70% വെള്ളമാണ്. ആ വെള്ളം ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ്. ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ ഓക്സിജൻ, 1 ഹൈഡ്രജന് 1 കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. പക്ഷേ ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം നിലനിൽപ്പിന്. അറ്റോമിക അവസ്ഥയിൽ അതിന് നിലനിൽക്കുകയാണെങ്കിൽ ഭൂമി കത്തിപ്പോവും, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ 2 ഹൈഡ്രജൻ കൂടി ചേർന്ന് ഇലക്ട്രോൺ കൊടുക്കും, 2 ഇലക്ട്രോൺ കൊടുക്കും. അപ്പോൾ ഹൈഡ്രജൻ പോസിറ്റീവാണ്, ധന അയോണാണ്. അത് സ്വീകരിക്കുക, എടുക്കുക, കൊടുക്കുക, പങ്കുവയ്ക്കുക. അങ്ങനെയാണ്. ഞാനിപ്പം ഒരു ലഡു കഴിച്ചു, അതിലെ പഞ്ചസാര എനിക്ക് ഊർജമായിട്ട് സംസാരിക്കാനുള്ള ഊർജമായി മാറണമെങ്കിൽ ഓക്സിജൻ, ഞാൻ മൂക്കിൽ കൂടി വലിച്ചെടുക്കുന്ന ഓക്സിജൻ ഈ പഞ്ചസാരയുമായി പങ്കുവെക്കണം. പഞ്ചസാരയിലെ കാർബൺ ഓക്സിജന് കൊടുക്കണം. അപ്പൊ കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ധന അയോൺ എന്ന് പറഞ്ഞാൽ കൊടുക്കലാണ്. കൊടുക്കലും എടുക്കലും പങ്കുവെക്കലുമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സൗന്ദര്യവൽക്കരണ പ്രക്രിയയുടെയും രഹസ്യം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അല്പം രസതന്ത്രമാണ് പറഞ്ഞത്. ഈ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ അയൽപക്കത്ത് ഉള്ളവനൊരു മാവുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ നിശ്വാസവായു, കാർബൺ ഡയോക്സൈഡ് കൊടുത്താൽ അവൻ്റെ മാങ്ങ അങ്ങനെ തിന്നണ്ട അവൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം വിടാൻ പറ്റൂല. അത് സാധിക്കാത്ത ഒരു ഇടമാണ് ലോകം, ഭൂമി. ഇവിടെ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും എടുക്കലും പങ്കുവെക്കലും കൊടുക്കലും ഈ രീതിയിലാണ്. തെറ്റിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അവനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ധർമ്മച്യുതി സംഭവിക്കുമ്പോൾ ഞാൻ അവതരിക്കും എന്ന് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് മഹാപുരുഷൻ, നബി തിരുമേനി, യേശു ക്രിസ്തു, കൃഷ്ണൻ
ഒരുപാട് ഗുരുനാഥന്മാർ. ഇപ്പൊ അവസാനത്തെ ഈ യുഗത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല, അത് സത്യമായതുകൊണ്ടാണ്. സത്യമേവ ജയതേ, അത് നമ്മുടെ ആപ്തവാക്യം. ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ സർവ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. അത് ആ അറിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം, ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഞാൻ കുട്ടികളോട് ചോദിക്കും എന്താവാനാണ് ഇഷ്ടം. അവർ പറയാൻ മിക്കവാറും എനിക്കറിയാം ഡോക്ടറാവാനാവും. ഡോക്ടറാവിട്ട് പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ വല്ല ജോലിയൊക്കെ കിട്ടി ഡോക്ടർ അവരുടെ രോഗികളുടെ കണ്ണും മൂക്കും നാക്കും പരിശോധിച്ചിട്ട് എൻ്റെ കാറും ബംഗ്ലാവും കാര്യങ്ങളൊക്കെ അതല്ല ഡോക്ടറുടെ ഉദ്ദേശം. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഡോക്ടർ രാമൻ, നിങ്ങൾ കേട്ടു പരിചയമുണ്ടോ എന്ന് അറിയില്ല. ഡെർമറ്റോളജി പ്രൊഫസറായിരുന്നു മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഏടത്തിയമ്മ ഒരു മരുമകളുണ്ട്, അവർക്ക് ജീവിക്കേണ്ട പൈസ അയച്ചു കൊടുത്തിട്ട് ബാക്കിയൊക്കെ രോഗികൾക്ക്, അവർ പരിശോധിക്കാൻ വരുന്ന രോഗികൾക്ക് മരുന്ന് കുറിക്കുന്നതിന് മുമ്പ് അവരെ മുഖത്ത് നോക്കും. വാങ്ങാൻ കാശുണ്ടോ എന്ന് ചോദിക്കും. കാശില്ലെങ്കിൽ ആ വാങ്ങാൻ കാശ് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹോബി. അങ്ങനെ അതാണ് ധർമ്മം. ആ ധർമ്മച്യുതി സംഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ വരും ഓരോരോ രൂപത്തിൽ. അങ്ങനെയാണ് നബി തിരുമേനി എത്തിയിരിക്കുന്നത്. ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്, നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് വരെ നീ വിശ്വാസിയല്ല. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപ്പോ ആ അപരനിൽ മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങൾ, പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഉൾപ്പെടും. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കൊണ്ടും കൊടുത്തും പങ്കുവെച്ചും നമ്മൾ ജീവിക്കുന്നത്. അതിൽ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ല. നീ ഉണ്ടാക്കിയത് കപ്പയാണ്, നീ ഇന്ന ജാതിയാണ്, അതുകൊണ്ട് ആ കപ്പ ഞാൻ തിന്നൂല എന്ന് പറയില്ല നമ്മള്. അങ്ങനെയാണ്. അപ്പൊ ആ തിരിച്ചറിവ് പ്രായോഗികമായി ജീവിതത്തിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, മനസ്സാ വാച കർമ്മണ ആചരിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. കൂടുതൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കുട്ടികളുമായി സംവദിക്കുകയാണ്. നിങ്ങൾ മുതിർന്നവരെ എന്നോട് ക്ഷമിക്കുക. മക്കളെ, ആരും വിളി കേൾക്കുന്നില്ല. മക്കളെ, വിളി കേക്ക്. മക്കളെ, എൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്ന്, ഞാനിപ്പോ മാഷാണ്. അപ്പൊ നിങ്ങളെ എന്നെ ഒന്ന് വിളിച്ചേ, ചന്ദ്രശേഖരൻ മാഷേന്ന് വിളിക്ക്, ഉറക്കെ വിളിക്ക്. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ എല്ലാരും കൂട്ടി പിടിച്ചിരിക്കാട്ടാ. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ പ്രസംഗിക്കുന്നതാണോ ഇഷ്ടം, പാട്ടുപാടുന്നതാണോ ഇഷ്ടം? പാട്ടുപാടുന്നതാണ്. എനിക്കറിയാം. പ്രസംഗം ആർക്കും ഇഷ്ടമല്ല. അതിന് കാരണം എന്താ അറിയോ? ഒരുപാട് പ്രസംഗങ്ങൾ അവർ കേട്ടിട്ടുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ കേട്ടിട്ടുണ്ട്. അതൊന്നും കാര്യമല്ല, അതൊന്നും നടക്കണ കാര്യമല്ല എന്നറിയാം. അതുകൊണ്ട് നമുക്ക് പാടി രസിക്കാം. ഓക്കെ. പക്ഷെ ഞാൻ പാടുമ്പോ നിങ്ങളും കൂടി പാടണം. എൻ്റെ പാട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് എൻ്റെ പരിപാടി അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇപ്പം എത്രയായിന്ന് അറിയില്ല. നിങ്ങൾ ഏതായാലും ഇതിൻ്റെ സംഘാടകനെ ഒന്ന് പറയണം, ഒന്ന് കയ്യോർത്തണം, നിർത്തുന്ന് പറയണം. നിർത്തുന്ന പറയേണ്ട, കയ്യൊന്ന് ഉയർത്തിയാൽ മതി. അപ്പം നമ്മൾ ഒരു കുറെ കുട്ടിക്കവിതകൾ, പാട്ട് രൂപത്തിൽ ഞാൻ എഴുതിയാണ്, കുട്ടികൾക്ക് വേണ്ടി എഴുതിയാണ്. എൻ്റെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിൽ ശില്പശാലകളിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കൊക്കെ ഉള്ള ശില്പശാലകളിൽ ഞാൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് ആ കാലത്ത് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണിത്, അവർക്ക് വേണ്ടി. അതിന് ഇതിന് കുഞ്ഞിച്ചിറകുകൾ എന്ന പേര്. അതിൽ കുറച്ച് പാട്ടുപാടി ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ. നിങ്ങൾ കൂടെ പാടണം.
ഇപ്പോ ഒരു കടുവയെ പിടുത്തമൊക്കെ കേട്ടില്ല നിങ്ങള്? ഒരു ഇതിലൊക്കെ TV-യിലൊക്കെ കണ്ടില്ലേ? അങ്ങനെ ഒരു കടുവേന്റെ പാട്ടാണ്. പാടണേ. മാനും മുയലും മേഞ്ഞു നടക്കും. ഉറക്കെ മേഞ്ഞു വലിയവർക്കും കൂടാട്ടോ. മാനും മുയലും. എനിക്ക് 79 വയസ്സായി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനും പാടുമായിരുന്നു എനിക്ക്, ഞങ്ങളെ ഉറക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മളെ പേരക്കുട്ടികളാണ്, അവർക്ക് വേണ്ടിയാണ്. മാനും മുയലും മേഞ്ഞു നടക്കും, മേഞ്ഞു നടക്കും, മലയോരത്തൊരു മടയുണ്ടേ, മടയിൽ കാടു ഭരിച്ചു നടക്കും, കാടു ഭരിച്ചു നടക്കും, കടുവക്കൂറ്റൻ പാർപ്പുണ്ടേ. കാട്ടിലെ രാജാവാണ് സിംഹം, അതുപോലെയുള്ള ഒരു രാജ്ഞിയാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള കുറെ ഭരണാധികാരിയാണ് ആര്? കടുവ. അപ്പോ അത് കടിച്ചു മാന്താൻ നഖവും വായിൽ കടിച്ചു കീറാൻ പല്ലുണ്ടേ, വായിൽ കടിച്ചു കീറാൻ പല്ലുണ്ടേ. അതൊക്കെ അതിന്റെ ആവശ്യത്തിനുള്ളതല്ലേ? അപ്പൊ തിന്നണ്ടേ, മാനിനെ പിടിക്കണ്ടേ? അതങ്ങനെ പിടിച്ചോട്ടെ, അതിനെ നമ്മൾ ഉപദ്രവിക്കരുത്. കാട് അതിനു വേണ്ടിയുള്ളതാണ്. ആ കാട് നമ്മൾ കയ്യേറുമ്പോ കടുവ നാട്ടിലേക്ക് ഇറങ്ങും, അതൊന്ന് സൂക്ഷിക്കണം. ഇനി വേറൊരു പാട്ടാണ്, ബന്ധം. നിങ്ങൾ നെയ്യപ്പം തിന്നിട്ടുണ്ടോ? നെയ്യപ്പം തിന്നിട്ടുണ്ടോ? ഞാന് തിന്നിട്ടില്ല. ഞാൻ തിന്നതൊക്കെ വെളിച്ചെണ്ണപ്പാണ്, അതൊന്നും നെയ്യ് ഉണ്ടാക്കിയല്ല. നോണ പറയാണ് ഈറ്റങ്ങള്. നെയ്യപ്പം. അപ്പോ ഒരു ടീച്ചർ ക്ലാസ് ചോദിച്ചു, നെയ്യപ്പം തിന്നാത്തോരാരുണ്ട് ഈ ക്ലാസ്സിൽ? ആരുണ്ട് ഈ ക്ലാസ്സിൽ? അയ്യപ്പനല്ലാത്തോരെല്ലാം ഇരുന്നു. അപ്പൊ നെയ്യപ്പം തിന്നിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച് നെയ്യ് എന്താന്ന് എനിക്ക് അറിയില്ല ടീച്ചറെ എന്ന് പറഞ്ഞു അയ്യപ്പൻ. അപ്പൊ ടീച്ചർ ചോദിച്ചു, ആ നെയ്യ് അറിയില്ലെങ്കിൽ വേണ്ട, ഈ വെണ്ണ ഉരുക്കിയിട്ടാണ് നെയ്യ് ഉണ്ടാക്കുക. അപ്പൊ എന്നാ എനിക്ക് നെയ്യ് അറിയോ? നെയ്യും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നെയ്യ് ഉണ്ടാക്കണമെങ്കിൽ പാല് വേണമല്ലോ. അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു, പാലെങ്കിലും കുടിക്കാത്തവരുണ്ടോ? കാലേയൻ മാതാവു പോയെന്റെ ടീച്ചർ. അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ പോലും ആ കുട്ടി കുടിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും കഴിക്കാതെ ഒന്നും അങ്ങനെ ഒന്നും അനുഭവിക്കാത്ത ഒരു കുട്ടിയോടാണ് ഈ ടീച്ചർ ചോദിച്ചത്, നെയ്യപ്പം തിന്നിട്ടുണ്ടോ? അപ്പൊ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ടീച്ചറോട് പറഞ്ഞു, അയ്യേ ഇതെന്തോരു ചോദ്യമൻ ടീച്ചർ, അയ്യേ ഇതെന്തോ പറയേ, അയ്യേ ഇതെന്തോരു ചോദ്യമൻ ടീച്ചർ, നെയ്യനും പാലിനും പയ്യനും ഇപ്പോൾ ചൊല്ലുന്നില്ലേ, ഈനും നെയ്യനും ഇപ്പോൾ നെയ്യപ്പവും തമ്മിലെന്തൊരു ബന്ധം. നിങ്ങളെ സൗകര്യം ഉണ്ടാവുമ്പോൾ പാടിയാൽ മതി. ഞാൻ അങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരം വൈകും, എനിക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു പാട്ട് പാടാം. കുറച്ച് പാട്ട് പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരു കുറുക്കച്ചൻ. കുട്ടികൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ കേട്ടാൽ മതി, വലിയവരും കേട്ടാൽ മതി. നിങ്ങൾ കുട്ടികൾക്ക് പാട്ടും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പേരക്കുട്ടികളാണ്. പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ആ സ്നേഹത്തിന് പടച്ചോന്റെ യഥാർത്ഥ രൂപത്തിലാണ് ആ സ്നേഹം. ഇങ്ങോട്ട് എത്ര എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹിച്ചിട്ടല്ല, അങ്ങോട്ട് എത്ര കൊടുത്താലും നമുക്ക് കഴിയൂല. അങ്ങനെയല്ലേ പേരക്കുട്ടികളോട് നമ്മളെ ബന്ധം. മക്കളെ നമ്മൾ അടിക്കും, പക്ഷേ പേരക്കുട്ടികളെ തൊടാൻ സമ്മതിക്കൂല. അതാണ് മുത്തശ്ശന്മാരുടെ പരിപാടി. അപ്പം അതാണ് പണ്ടൊരു കുറുക്കച്ചൻ തെണ്ടി നടക്കുമ്പോൾ കണ്ടു പടവരമ്പില് ഞണ്ട് പാർക്കണ് മടയില് ചുണ്ട് നനച്ച് അതാ ഇത് കരയാണ്, കുറുക്കൻ കരയാണ്. ചുണ്ട് നനച്ചു കരഞ്ഞവൻ
കരയുമ്പോൾ ചുണ്ട് നനയോ? ചുണ്ട് നനയപ്പോഴാ നമുക്ക് പ്രധാനപ്പെട്ട നല്ല ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കിട്ടുമ്പോൾ കാണുമ്പോൾ ചുണ്ട് നനയും, വായിലകത്ത് ഉമിനീര് നിറയും. ചുണ്ട് നനച്ചു കരഞ്ഞവൻ മണ്ടൻ ഞണ്ടിനു സങ്കടം മണ്ടി വന്നവൻ വെളിയിലെ. ഈ പാവം ഞണ്ട് വിചാരിച്ചു, അയ്യോ എന്റെ കുറുക്കന് എന്തു പറ്റിയാവോ മണ്ടി വന്നവൻ വെളിയില്. അപ്പൊ എന്ത് സംഭവിച്ചു? കുറുക്കൻ ഞണ്ടിനെ കറുമുറു. അപ്പൊ അങ്ങനെ തിന്നു. വേണ്ട ഞണ്ടിനു സങ്കടം ഉണ്ടു മണ്ടിയ കുറുക്കച്ചൻ. കവിത മുഴുവൻ പാടുന്നില്ല, സമയം കുറച്ചുള്ളൂ. ആ സമയത്തിനുള്ളിൽ കുറെ പാട്ടുപാടി കുട്ടികളെ രസിപ്പിക്കാനാണ്. പിന്നെ വേറൊരു ഒരു ഒരു ഒന്ന് രണ്ട് പാട്ടും കൂടി പാടി അവസാനിപ്പിക്കാം. കുന്നിന്മേലൊരു മഴ പെയ്യും. എങ്ങനെയാണ് കുന്നിന്മേൽ മഴ പെയ്യുന്നെന്ന് അറിയില്ല, അറിയോ? മഴ പെയ്യണമെങ്കിൽ കാറുണ്ടാവണമെങ്കിൽ വെയിലുണ്ടാവണം. ആകാശത്ത് മേഘം വരണമെങ്കിൽ കടല് തപിക്കണം. കടല് തപിച്ച് അങ്ങനെ വിയർപ്പ് പൊടിഞ്ഞത് കരിമേഘമായിട്ട് ഉയരണം. അങ്ങനെ അത് പെയ്തൊഴിയാണ്. കരിമേഘം ഒഴിവാ ഒരു ശാന്തത പോൽ. അപ്പൊ ഉണ്ടാവുന്ന ഒരു ശാന്തത ഉണ്ട്. ആ കുളിർമയിലാണ് നമ്മളിപ്പോ പെരും മഴക്കാലത്താണ്. ആ മഴ പെയ്യുമ്പോ നിങ്ങള് സന്തോഷിക്കാണോ ദുഃഖിക്കാണോ ചെയ്യാ? ഹേയ് എന്തൊരു മഴ ഇല്ലാത്തൊരു കാലത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. മഴയില്ല, പുല്ല് മുളയ്ക്കൂല, ഒരു പുല്ലും മുളയ്ക്കില്ല, തിന്നാ വക ഉണ്ടാവൂല, കൃഷി നടക്കൂല, പച്ചപ്പുണ്ടാവൂല. അപ്പം മഴ പെയ്യുമ്പോ ഹൈ എന്തൊരു മഴ, ഇങ്ങനെയല്ല, ഹായ് എന്തൊരു മഴ. ആ ചിന്തയിലാണ്, പരിഗണനയിലാണ്, നമ്മുടെ സ്വഭാവത്തിലാണ്, നമ്മുടെ വികാരത്തിലാണ്, നമ്മുടെ കൺസിഡറേഷൻ, നമ്മുടെ പിന്നെ പരിഗണനയിലാണ് ആ സന്തോഷം ഉണ്ടാവേണ്ടത്. കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. മഴ പെയ്തപ്പോൾ ഇറയത്തൂടൊരു പുഴയൊഴുകുന്നതു കാണേണ്ടേ, പെട്ടെന്ന പുഴ തന്നിലൊഴുക്കാൻ കുട്ടിത്തോണിയൊഴുക്കേണ്ടേ. തുഴയില്ലാത്തൊരു തോണി വരുമ്പോൾ ഇഴയുമുറുമ്പിനു കേറാലോ. കുട്ടിയുടെ സങ്കല്പാണത്. കക്ഷിക്കച്ചെറു തോണിയിലേറി ലക്ഷദ്വീപിൽ പോകാലോ. കാഴ്ചകളനവധി കണ്ടിട്ടവിടെ ആഴ്ചകളോളം കൂടാലോ. പിന്നീടങ്ങൊരു കപ്പൽ വരുമ്പോൾ തന്നെത്താനെ മടങ്ങാലോ. കുട്ടിയുടെ ഭാവനയാണ്. കുട്ടികൾ സങ്കല്പിച്ചിട്ട് അവര് തുമ്പിയെ പോലെ ചിറകനിക്കുണ്ടെങ്കിൽ ചെമ്പക കൊമ്പത്തു ചെന്നിരിക്കും. അവിടെ ഞാവൽ പഴങ്ങളും തിന്നുപോരും. അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളാണ്. അവന് മാനത്ത് മാരിവിൽ കാണുമ്പോ കീറിയൊരിത്തിരി, പാട്ട് മുഴുവൻ പാടാതിരിക്കാൻ വേണ്ടി ഞാൻ വരികൾ എടുക്കുന്നത്. കീറിയൊരിത്തിരി എൻ്റെ മുടിയിൽ കെട്ടും. കുട്ടി സങ്കല്പിക്കുകയാണ്. ആ താരകപ്പൂക്കൾ പറിച്ചഭിമാനത്തോടന്നൊരു മാല കെട്ടും. നമ്മളെ ഇങ്ങനെ കുട്ടികളിങ്ങനെ മാമുണ്ണും നേരത്ത് കുട്ടി ചോദിക്കും, എന്താണ് അമ്മേ ഇതിങ്ങനെ ഈ ചോളപ്പൊരിയൊക്കെ അവിടെ തട്ടിക്കളഞ്ഞിരിക്കുന്നത് മാനത്ത്? ഏട്ടന് അന്ന് തിന്നാൻ കൊടുത്ത ചോളപ്പൊരി അല്ലേ, അതൊക്കെ എന്താ അവിടെ ആ മാനത്ത്? അപ്പോ ഒരു പപ്പടം കൊടുത്തിരുന്നു, അതും പാതി തിന്നാതെ മാനത്തെ പഞ്ഞിക്കിടയിൽ കിടന്നിടുന്നു. അപ്പോ അമ്മ എന്തു പറയും? അത് പൂമ്പാറ്റ പാറുമ്പോ പണ്ട് ഒരു കവി പറഞ്ഞില്ലേ, അത് പൂക്കളല്ല പാറിപ്പോകുന്നത് പൂമ്പാറ്റകളാണ്. അങ്ങനെ പറഞ്ഞു തിരുത്താനും അറിവ് കൊടുക്കാനും അച്ഛനമ്മമാർക്കും നേരം ഉണ്ടായിരിക്കണം. അവർക്ക് പാടിക്കൊടുക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും ഉറങ്ങുന്ന നേരത്ത് താരാട്ടുപാട്ടിനൊപ്പം അറിവും സ്നേഹവും വാത്സല്യവും അമ്മിഞ്ഞ പാലമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ. അമ്മ വാത്സല്യമാണ് അമ്മയുടെ ചോര പാലായി മാറുന്നത്, പാലായിട്ട് മധുരം എന്ന് അമ്മിഞ്ഞ പാലായി മാറുന്നത്. ആ സ്നേഹത്തിന് അതിരില്ല. ആ സ്നേഹത്തിന്റെ വ്യാപ്തിയാണ് സൗഹൃദം. അതാണ് നമ്മുടെ
പിന്നെ ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്. അത് ജാതി മതങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ്. ഞാൻ ഇന്ന് കഴിച്ച ഒരു പിന്നെ ലഡു ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെയ്യപ്പുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു പത്തിരി ഉണ്ട്. അതിനൊക്കെ അതിൻ്റെ വരവ് നോക്കിക്കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ ആ ചായപ്പൊടി വന്നത് എവിടുന്നാണ് അറിയോ? കൂനൂരിലാണ്. അവിടെ ഒരു തമിഴ്, എനിക്കറിയാൻ പാടില്ലാത്ത ഭാഷ, ഒരു തമിഴ് സ്ത്രീ, ഒരു മുത്തശ്ശി, അതിൻ്റെ പേരക്കുട്ടിക്ക് അതിന് ക്ഷയരോഗം പിടിച്ചാണ്. ഈ സ്ത്രീക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചീറ്റിയിട്ട് ഈ ചപ്പ് നുള്ളിയിട്ട് ഈ മൂക്കളയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് അത് എന്താണ് ഇവിടെ കൊണ്ടുപോയിട്ട് എന്താണ് ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് കരിച്ചു മൊരിച്ച് പിന്നെ ഇങ്ങോട്ട് കൊടുന്നിട്ട് കുപ്പിയിലാക്കിയിട്ട് അത് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിലെ പഞ്ചസാരയും ചേർത്തിട്ടാണ് നമ്മൾ കുടിച്ചത് എന്ന് ഓർക്കുമ്പോൾ അയ്യേ നിങ്ങൾ പറയും. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഹായ് എന്നാ പറയാം. എന്തുകൊണ്ട് വെച്ചാൽ ആ ചായയിൽ വാർദ്ധക്യത്തിലും ക്ഷീണിക്കാത്ത പേരക്കുട്ടിയോടുള്ള വാത്സല്യത്തിന്റെ മധുരമുണ്ട്. ആ മധുരം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അറിവുള്ളവരായി മാറുന്നത്. അങ്ങനെ അച്ഛനമ്മമാരും പിന്നെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ അറിവിൻ്റെ ആൾക്കാരാകുമ്പോൾ അറിവിൻ്റെ വെളിച്ചം ഈ പ്രപഞ്ചത്തെ നയിക്കും. അത് തിരിച്ചറിവിൻ്റെ വെളിച്ചമായിരിക്കണം. ആ തിരിച്ചറിവാണ് സൃഷ്ടികളെല്ലാരും സൃഷ്ടാവിൻ്റെ മുന്നിൽ മക്കളാകയാൽ നാം ഒക്കെയും സഹോദരർ. പടച്ചോൻ ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. ഏകം നിത്യം വിമലമജനം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സത്ത് ഗുരുൻ ത്വം നമാമി. അങ്ങനത്തെ ദൈവത്തെയാണ്. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, പരമകാരുണ്യവാൻ. ആ കാരുണ്യവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ലാ യുഹ്മിൻ അഹദക്കും എത്താ തുഹിബ്ബു, വെളിച്ചം വന്നു. ലാ യുഹ്മിൻ അഹദക്കും എത്താ തുഹിബ്ബു മാ തുഹിബ്ബു ലിനഫ്സിക. നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് വരെ നീ വിശ്വാസിയല്ല. അത് തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ കുട്ടികളെ വളർത്തുമ്പോൾ പാട്ടും കൂത്തും പറച്ചിലുമായിട്ട് എനിക്ക് എൻ്റെ ഒരു മഹാഭാഗ്യം എന്താണെന്നറിയോ? എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുണ്ടാകുന്ന കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കണവരെ, 5ാം ക്ലാസ് കാണുമ്പോൾ എനിക്ക് 10 വയസ്സായി. അതുവരെ എൻ്റെ അയൽവക്കത്തുള്ള പട്ടിക്കാടൻ മുഹമ്മദ് എന്നുള്ള മനുഷ്യന്റെ അത് ഞാൻ ഇക്കാന്നാ വിളിക്കാം. ഇക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അച്ഛൻ എന്നാണ്, വാപ്പ എന്നാണ്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസമില്ല, ടാപ്പിംഗുകാരനാണ്. മരിച്ചിട്ട് കുറച്ചു കാലമായി. ആ ഉമ്മ ഇപ്പൊ അടുത്ത കാലത്താണ് ഞാൻ അവരെ പോയി കണ്ടത്. എണീക്കാൻ വയ്യ, നീ ആളെ തിരിച്ചറിയില്ല. ഞാൻ ആ ഉമ്മറത്ത് നിന്നിട്ട് ഉമ്മാന്ന് വിളിച്ചപ്പോ കൊട്ടിപ്പിടിഞ്ഞ് എണീക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ മുട്ടത്തല ആ മടിയിൽ വെച്ചിട്ട് കിടന്നു. അപ്പൊ ഒരു കണ്ണീര് വരികയാണ്. എൻ്റെ മുട്ടത്തലയിൽ കണ്ണീര് വീഴാണ്. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ചെറുപ്പത്തില് 5 വയസ്സാകുമ്പോ അച്ഛൻ പാടിത്തരുന്ന പാട്ട്, അമ്മ പാടുന്ന താരാട്ട്, അതിന്റെ കൂടെ എന്നെ വന്ന് വിളിക്കും ഇക്ക. ലക്ഷ്മിയെ ചന്ദ്രനെ കണ്ട് വിട്, ഒരു റാന്തലാണ്. ആ റാന്തലും പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഉപ്പാനും ഉമ്മാനും ഇടയ്ക്കാൻ ഞാൻ കിടക്കാം. ഞാനന്ന് മൂത്രമൊഴിക്കും, ഇപ്പോഴും മൂത്രമൊഴിക്കും. പക്ഷെ അന്ന് കിടക്കപ്പായാലും മൂത്രമൊഴിക്കാം. അപ്പൊ ഉമ്മാക്കാവുന്ന എന്താണ് നജീസോ എന്താന്ന് പറയാ? അല്ല, അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ജോലി ഉമ്മ ചെയ്തോളും. ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പ 1000 കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഞാനാക്കിയ ഇപ്പൊ നിങ്ങൾ എന്നെ ക്ഷണിച്ചത്, നിങ്ങൾ ഇവിടെ മാപ്പിളകല അക്കാദമി ഒക്കെ ആദരവ് തന്നിട്ടുണ്ട് നിങ്ങളെ പറഞ്ഞു. അങ്ങനെ ആദരവ് പലതും കിട്ടും, അതൊന്നല്ല. ആദരവിന് ഇതൊക്കെ വാങ്ങുമ്പോ ഞാനാക്കിയ എൻ്റെ ഗുരുനാഥന്മാരെ, എൻ്റെ അയൽവാക്കത്തുള്ള പട്ടിക്കാടൻ മുഹമ്മദ് എൻ്റെ ഇക്ക, ഇവരൊക്കെ ഞാൻ ഓർക്കും. അവരുടെ കെട്ടിപ്പിടിച്ച് 1000 കഥകൾ എനിക്ക് പറഞ്ഞു തരുമ്പോ ആ വെറ്റില മുറുക്കലിന്റെ ഒരു സുഗന്ധമുണ്ട്, ഒരു നിശ്വാസവായുവിന്റെ സുഗന്ധം. അതിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സെന്റും
ലോകത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. ആ മനുഷ്യത്വത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ വളർത്താൻ തോന്നണം എന്ന് ഞാൻ ദൈവത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എത്ര പറഞ്ഞാലും സമയം തികയില്ല ഈ കുട്ടികളെ കാണുമ്പോൾ, പ്രത്യേകിച്ചും എന്ന് എന്നോട് ക്ഷമിക്കുക. മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാന്യരായ ഗ്രാമികരുടെ സംഘാടകർ, നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മാഷ്, അതുപോലെ തന്നെ ഹബീബ, മറ്റ് ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെ അടിയന്തരമായി പോകേണ്ടത് കൊണ്ടാണ് പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഹബീബ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കയറാൻ പാടില്ല. അതായത് നിയമമാണ്. ഏതായിരുന്നാലും ഇതിനൊരു അവസരം തന്നതിനും അതുപോലെ തന്നെ ആദ്യം ക്ഷണിച്ചതിനും പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പൂങ്ങോട് പുതിയ രീതിയിൽ തന്നെയാണ്. നേരത്തെ ഒരുപാട് കുട്ടികൾക്കൊക്കെ അവാർഡുകളൊക്കെ എല്ലാവരും കൊടുക്കുമെങ്കിലും പഠനോപകരണങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംരംഭം നമ്മുടെ ഗ്രാമിക തുടങ്ങി വെച്ചത് നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി വന്ന മാഷ് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞത്. ജാഫർ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവന്ന് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊരവസരം ഉണ്ടാക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. ഏതായിരുന്നാലും ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ എല്ലാവർക്കും പങ്കെടുത്ത കുട്ടികൾക്കും വിജയികൾക്കും നമ്മുടെ വ്യത്യസ്ത എക്സാമുകളിൽ വിജയിച്ച കുട്ടികൾക്കും എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു, സംഘാടകരെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വേദിയിലിരിക്കുന്ന ചന്ദ്രശേഖരൻ മാഷ്, അജയ് ടീച്ചർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, കൂടുതലായി നീട്ടിപ്പരത്തി പറയുന്നില്ല. കാരണം നമ്മൾ ചന്ദ്രശേഖരൻ മാഷ് ഒരുപാട് കാര്യങ്ങൾ ചെറിയൊരു സമയമാണെങ്കിൽ പോലും പാട്ടിലൂടെ സംസാരത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് എല്ലാ മക്കളും ഉൾക്കൊണ്ടിരിക്കും എന്ന് വിചാരിക്കുകയാണ്. മാഷ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ മക്കള് എങ്ങനെ ആവണം, അല്ലെങ്കിൽ മക്കളെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു കാര്യമാണ് ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ മക്കളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ അവരോട് പെരുമാറണം എന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രക്ഷിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ മക്കളെ നല്ല നേർവഴി നയിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മക്കളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ. കാരണം നമ്മൾ ഓരോ ക്ലാസ്സിലും അവരെ ഓരോ ക്ലാസ് ചവിട്ടുപടി ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ മക്കൾ ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ മക്കളിലേക്ക് കൊടുക്കുന്നത്. അത് മക്കൾ നല്ല രീതിയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് രക്ഷിതാക്കളെ ഒരു നിലക്കും നിരാശപ്പെടുത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നേർവഴിക്ക് പോയി വഴി തെറ്റിപ്പോവാതെ, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഒരുപാട് പ്രതിസന്ധികളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലൊന്നും പെടാതെ നല്ല രീതിയിലും മക്കൾ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവാർഡ് ദാനം വാങ്ങാനെത്തിയ മക്കളെയും പഠനോപകരണങ്ങൾ വാങ്ങാനെത്തിയ മക്കളെയും ഇവിടെ മറ്റുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മളെല്ലാവരും NC മാഷിന്റെ മനോഹരമായ വാക്കുകൾ കേട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മളത് കേട്ടത്. വീണ്ടും വീണ്ടും കേൾക്കാൻ എല്ലാവരും കൊതിക്കുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇത്രയും നീണ്ട കാലത്തെ അധ്യാപനവും അതിനുശേഷം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള ഒരു ആറ്റിക്കുറുക്കിയ വാക്കുകൾ കേട്ട് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ ഞങ്ങളുടെ ഗ്രാമികയുടെ പേരിൽ നന്ദിയല്ല, ഈ കേട്ടവരുടെ പേരില്ല, ഏറ്റവും ഹൃദയപൂർവമായ സ്നേഹം ആദ്യം പറയും. പിന്നെ ഈ ക്ലബ്ബ് നമുക്ക് വേണ്ടി, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി
ഈ ഒരുക്കിയിട്ടുള്ള പരിപാടി ഏറ്റവും നല്ലത് തന്നെയാണ്. നമ്മുടെ +2 കുട്ടികൾക്ക് നൽകുന്ന ഈ സമ്മാനം അതും ഏറ്റവും നല്ലതാണ്. കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരെയാണ്. ഇനിയും ഉയരങ്ങളിലെത്തി കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. പൂങ്ങോടിന്റെ അഭിമാനമായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് നിങ്ങളുടെ ടീച്ചറായിട്ടുള്ള ഡാൻസ് ടീച്ചറും പൂങ്ങോട് സ്കൂളിലെ എല്ലാ അധ്യാപകരും നിങ്ങളെ ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു കുട്ടികള് അവർക്ക് അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കടക്കാനായിട്ട് ഏറ്റവും എന്താ പറയാ സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ നാളെ സ്കൂൾ തുറക്കുന്നുള്ള ആവേശത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ പുത്തൻ പുസ്തകങ്ങൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കയ്യിലെത്തിക്കുക എന്ന് പറയുന്നത് ഒരു നാട്ടിലൊരു ക്ലബ്ബ് ചെയ്ത് ഏറ്റവും നല്ല പ്രവർത്തനമാണ്. അതിന് ക്ലബിന് ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവിധ ആശംസകളും രാഹുൽ ക്ലബിന് ഇനിയും നേരുകയാണ്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ നാടിനെ ഏറ്റവും വലിയൊരു സാംസ്കാരിക വേദിയാക്കി മാറ്റാൻ എല്ലാവരെയും ഒത്തുചേരുന്ന ഒരു വലിയ ഗ്രൂപ്പല്ല എല്ലാവരും ഒന്നുചേരുന്ന ഒരു സംവിധാനമായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ വേർതിരിവുകളും ഇല്ലാത്ത ഒരു നല്ല പ്രവർത്തനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ. എല്ലാവരോടും സ്നേഹത്തോടെ അധ്യക്ഷൻ സഹോദര സഹോദരന്മാരെ, നമ്മൾ ഈ പരിപാടി എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ 3 ക്ലബ്ബുകളും ഒന്നിച്ച് നിന്ന് സഹകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഗവൺമെൻറ് 2 ക്ലബ്ബുകളാണ്. ആ ക്ലബ്ബുകൾ അത് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം നിർത്താൻ പാടില്ല. യോജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഈ 3 ക്ലബ്ബുകൾ നിൽക്കുന്നത് ഞാൻ വിഷയമായി ഞാൻ എൻ്റെ വാക്കുകൾ ജാഫറിനെ ഇവിടെ ക്ഷണിച്ചപ്പോൾ ഇത്തരം ഒരു നല്ല പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മറ്റും ചെയ്തു കൊടുക്കുന്ന നല്ലൊരു സംരംഭത്തിൻ്റെ മുന്നോക്കം തുടങ്ങിയ വളരെയധികം ഞാൻ സന്തോഷിക്കുകയാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു സ്ലൈറ്റ് കിട്ടാൻ വേണ്ടി കണ്ണെന്ന് വെള്ളം പൊട്ടിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നത് വളരെ സന്തോഷത്തിലാണ്. വീണ്ടും എല്ലാവർക്കും എല്ലാ കാലവും ഇങ്ങനെയുള്ള പഠനോപകരണങ്ങളും മറ്റ് സൗകര്യങ്ങളും ചെയ്തു തരാൻ ഈ ഗ്രാമിക കലാസാംസ്കാരിക സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. +2 തലത്തിലെ ഉന്നത വിജയികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മള് സെക്ഷൻ വഴിമാറുകയാണ്. നമുക്കറിയാം ഇവിടെ ജമാലിയാക്ക പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഇപ്പൊ ഞാൻ 2001-ലാണ് SSLC എഴുതുന്നത്. അന്ന് നമുക്ക് ട്യൂഷൻ പോകാനൊന്നും പ്രത്യേകിച്ച് പൈസ ഒന്നും ഉണ്ടാവില്ല. ആകെയുള്ള ഒരു ആശ്രയം അന്ന് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എല്ലാ മാസവും അത് വാങ്ങി വായിക്കുക, പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊക്കെ അന്ന് SSLC 210 മാർക്ക് കിട്ടി ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്ലാസ്സിൽ 60-70 കുട്ടികളൊക്കെ ഉണ്ടാവും. ആ 60 കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ ഒരു 6 കുട്ടികളാ ജയിക്കുക, ബാക്കി ഉള്ള എല്ലാവരും തോൽക്കലാണ് സാധാരണ പറയും. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പൊ പരീക്ഷ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിജയിക്കും എന്ന് മാത്രമല്ല, വിജയിച്ചാൽ അവർക്ക് ഒരുപാട് ആദരവുകളും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് വേദികളാണ്. അപ്പോ ഈ വേദികൾ എനിക്ക് എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത് കേവലം ഒരു ചടങ്ങായി മാറാതെ നമ്മുടെ നാടിനോടും നാട്ടുകാരോടും സമൂഹത്തോടുമൊക്കെ എന്നും പ്രതിബദ്ധതയുള്ള ഒരു നല്ല തലമുറയായി നിങ്ങൾക്ക് മാറാൻ കഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കുവാനുള്ളത്. കാരണം ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടം നമ്മളൊക്കെ വഴിതെറ്റി പോകാനാണ് ഏറ്റവും കൂടുതൽ വഴികൾ നമ്മുടെ മുമ്പിലുള്ളത്. നല്ലതായ വഴികളിലൂടെ നമുക്ക് പോകാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സിയാസ്ക കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ചടങ്ങിന് ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് മാറുകയാണ്. നമ്മൾ സാധാരണയായി LSS, USS, SSLC എല്ലാം ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ +2 മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല്
പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വളരെ പ്രധാന ഘടകമാണ്. മാത്രമല്ല നമ്മുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ, അതേപോലെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പൂങ്ങോട്. അതുകൊണ്ട് തന്നെ പണിയും കൂലിയും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും മറ്റുമൊക്കെ നമ്മൾ വാങ്ങി നൽകിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അത് ഗ്രാമിക അല്ലെങ്കിൽ പോലും മറ്റു സംഘടനകളിലൊക്കെ വെച്ച് നമ്മളൊക്കെ തന്നെ അതൊക്കെ ചെയ്തതാണ്. നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും സഹകരണവുമാണ് ഞങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് മാത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പേര് വായിക്കുന്നവര് ഇവിടെ വന്ന് ഏറ്റുവാങ്ങണം. ഫിദ കെ, നമ്മുടെ പട്ടിക്കാട് റസീഖിന്റെ മോളാണ്. പ്രത്യേകം വിജയാശംസകൾ നേരാണ്. ഇത് നൽകുന്നത് നമ്മുടെ വാടക അബീബയാണ്. സാദരം ക്ഷണിക്കുന്നു. ഒരു നല്ല കയ്യിൽ. മുഹമ്മദ് ഷാമിൽ എൻസി മാഷാണ് നൽകുന്നത്. ഷാമില് നമ്മളെ മഞ്ചേരി എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മോൻ കൂടിയാണ്. അടുത്തത് സിയാൻ മുഹമ്മദ് നൽകുന്നത് അജയ ടീച്ചറാണ്. നമ്മുടെ സിയാസ് ഖാന്റെ മോനാണ്. 93% മാർക്കോട് കൂടിയാണ് പാസ്സായിട്ടുള്ളത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹനീന ബി പി നൽകുന്നത് നമ്മുടെ ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടനെ ക്ഷണിക്കുന്നു. ഹിബ ഫാത്തിമ കെ, ഹിബയ്ക്ക് നൽകുന്നതിന് വേണ്ടി കരീമാക്കെ ക്ഷണിക്കുന്നു. ഷാനിബ ഷെറി നൽകുന്നതിന് വേണ്ടി സിയാസ്കെ ക്ഷണിക്കുന്നു. ഷാനിബ IMK ഇബ്രാഹിമിന്റെ കുട്ടിയാണ്. അടുത്ത ഷമീമ ബി, എന്റെ അയൽവാസിയാണ്. നൽകുന്നതിന് വേണ്ടി അബ്ദുറാഖാനെ ക്ഷണിക്കുന്നു. അടുത്തത് നാജിയ ബി, നമ്മളെ പറമ്പാടം മുകുൽസുവിന്റെ കുട്ടിയാണ്. ഇത് ജാൻസി ടീച്ചർ. അവസാനത്തെ ഒരു മൊമെന്റോ ആണ് ഇത് നൽകുന്നത്. അപ്പോൾ അത് ജാൻസി ടീച്ചറും അതേപോലെ ജമാലി ഗ്രാമികയുടെ കൺവീനർ ആയിട്ടുള്ള കുഞ്ഞാണിയും എല്ലാവരും ചേർന്ന് കൊടുക്കണമെന്ന് അറിയുന്നുണ്ട്. ഒരു നല്ല കാര്യം. ഈ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്കും വേദിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.